വിശദമായ വാർത്തകൾ നോക്കാം. കൂത്താട്ടുകുളത്ത് CPM വനിതാ കൌൺസിലറെ CPM പ്രവർത്തകർ തന്നെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കൂത്താട്ടുകുളത്ത് CPM വനിതാ കൌൺസിലർ കലാരാജുവിനെ CPM പ്രവർത്തകർ പൊതുജന മധ്യത്തിൽ വസ്ത്രാക്ഷേപം ചെയ്തെന്നും പോലീസ് ഒത്താശയോടെയായിരുന്നു തട്ടിക്കൊണ്ടുപോകലെന്നുമാണ് പ്രതിപക്ഷ ആരോപണം. വിവരങ്ങളുമായി VV അരുൺ ചേർന്നു. അരുൺ, നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ വിഷയത്തെ എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ തന്നെയാകും പ്രതിപക്ഷം ഒരുങ്ങുക എന്ന് നമ്മൾ ഊഹിച്ചിരുന്നു. ഇപ്പോൾ അടിയന്തര പ്രമേയത്തിനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കൂത്താട്ടുകുളം നഗരസഭയിലെ CPM വനിതാ കൌൺസിൽ കലാരാജുവിനെ CPM നേതാക്കളും ഗുണ്ടകളും പൊതുജന മധ്യത്തിൽ വസ്ത്രാക്ഷേപം ചെയ്യുകയും പോലീസ് ഒത്താശയോടെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അവിടെ ഉണ്ടായ സംഭവങ്ങളുടെ പേരിൽ കേസിൽ പ്രതിയായ അനൂപ് ജേക്കബാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 10 മണിയോടുകൂടി ഈ നോട്ടീസ് സഭ പരിഗണിക്കാനാണ് സാധ്യത. ഇപ്പോൾ സഭാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം ചരമോപചാരമാണ്. മുൻമന്ത്രി MD പത്മ, കൊണ്ടോട്ടി മുൻ MLA K മുഹമ്മദ് ഉണ്ണി ഹാജി, സാഹിത്യകാരൻ MD വാസുദേവൻ നായർ എന്നിവരുടെ സഭ ചരമോപചാരം അർപ്പിക്കും. അതിനുശേഷം പ്രസംഗക്ഷണിക്കലേക്ക് കടക്കും. സബ്മിഷനും പരിഗണിച്ച ശേഷമാകും 10 മണിയോടുകൂടി. ഇനിയുള്ള 3 ദിവസം ചോദ്യോത്തരവേള ഉണ്ടായിരിക്കില്ല. നേരത്തെ തന്നെ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് നേരിട്ട് ശൂന്യവേളയിലേക്കാണ് സഭ കടക്കുന്നത്. 10 മണിയോടുകൂടി ഈ റൂൾ 50 നോട്ടീസ് അവതരിപ്പിക്കാൻ പ്രതിപക്ഷ അനൂപ് ജേക്കബിന് അവസരമുണ്ടാകും. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് റൂൾ 50 കൊണ്ടുവരേണ്ടത്. കഴിഞ്ഞ ദിവസം സംഭവത്തിന് ഈ നോട്ടീസ് അവതരിപ്പിക്കാൻ അനൂപ് ജേക്കബിനെ അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മറുപടി പറയേണ്ടത്. എങ്ങനെയാണ് സർക്കാർ CPM ഈ വിഷയത്തെ പ്രതിരോധിക്കുക? കാരണം പരാതിക്കാരി CPM ആണ്, CPMന്റെ കൌൺസിലറാണ്. അവരെയാണ് തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണവും കേസുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് അത്ര എളുപ്പത്തിൽ പ്രതിരോധിക്കാവുന്ന വിഷയമല്ല. CPMന് പ്രശ്നം പരിഹരിക്കാൻ അവിടെ CPM പ്രാദേശികമായി ശ്രമം നടത്തുമ്പോഴും കലാരാജു തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. CPM തന്നെ തട്ടിക്കൊണ്ടുപോയി സ്ത്രീത്വത്തെ അവഹേളിക്കും വിധം പ്രവർത്തിച്ചു. തന്റെ വസ്ത്രം പോലും പൊതുജന മധ്യത്തിൽ ഊരിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് കലാരാജു ഉന്നയിക്കുന്നത്. അതിന് സഭയിൽ പ്രതിപക്ഷം ഇന്ന് ശക്തമായി തന്നെ ഉന്നയിക്കാനാണ് തീരുമാനം. പ്രതിപക്ഷത്തു നിന്ന് അനൂപ് ജേക്കബാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൂത്താട്ടുകുളം പ്രശ്നം, കൂത്താട്ടുകുളത്ത് CPM കൌൺസിലറെ CPM പ്രവർത്തകർ തന്നെ കടത്തിക്കൊണ്ടുപോയി അവരോട് മോശമായി പെരുമാറി എന്നതൊക്കെയുള്ള ആ പരാതിയാണ് ഇപ്പോൾ നിയമസഭയിലേക്കും എത്തുന്നത്. അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നു. ഇത് വലിയൊരു വിഷയമാക്കി മാറ്റാൻ തന്നെയാണ് സ്വാഭാവികമായും UDF തീരുമാനിച്ചിട്ടുള്ളത്. അനൂപ് ജേക്കബാണ് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതേസമയം ഈ കേസിൽ കൌൺസിലർ കലാരാജുവിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുക. കേസിൽ അറസ്റ്റിലായ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 4 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. ഈ പരാതിയിൽ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇന്നിപ്പോൾ ഇത് വലിയ സമ്മർദ്ദമായി നിയമസഭയിലേക്ക് കൂടി കൊണ്ടുപോകുന്നത്. UDF-നോട് അനുഭാവം പുലർത്തി അല്ലെങ്കിൽ CPM-നൊപ്പം നിൽക്കില്ല എന്ന ആശങ്കയിലാണ് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് അവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ UDF ഉയർത്തുകയാണ്. ഒരു നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ജയിക്കാൻ അല്ലെങ്കിൽ അവിടെ ഭരണം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുന്നവരാണ് CPM-കാർ എന്ന നിലയ്ക്കാണ് UDF ഈ വിഷയത്തെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ഈ വിഷയത്തിൽ നോട്ടീസ് നൽകുന്നതിനിടെയാണ് ഇന്ന് ഈ കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി. ഡാനി, ഇത് നിയമസഭയിലേക്ക് വരികയാണ്. വലിയ രീതിയിൽ സമ്മർദ്ദം സ്വാഭാവികമായും ഉണ്ടാകും. എന്തുകൊണ്ട് ഇതിൽ പെട്ടെന്നുള്ള നടപടികളിലേക്ക് പോയില്ല എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ നിയമസഭയിൽ അല്പസമയത്തിനകം ഉയരാനിരിക്കെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന നിയമ നടപടികൾ? ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രഹസ്യമൊഴി എടുക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. രഹസ്യമൊഴി എടുക്കുവാനുള്ളൊരു ഇന്നാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴിയെടുപ്പ് ഉണ്ടാകുക. ഇന്ന് 2:30 മണിക്കാണ് ഇവരോട് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ ആശുപത്രിയിലേക്ക് അവിടെ നിന്ന് ഈ സമയത്തോടുകൂടി അവരവിടേക്ക് എത്തും. അതായത് ഏതാണ്ടൊരു 11 മണിയോടുകൂടി ആശുപത്രിയിലേക്ക്
എത്തുമെന്നാണ് ആശുപത്രിയിൽ നിന്ന് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷമാണ് കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 2:30 മൊഴി രേഖപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തന്റെ ആരോഗ്യനിലയിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ഡോക്ടറുടെ ഒരു അനുവാദത്തോടുകൂടി മാത്രമായിരിക്കും ഇന്ന് കോടതിയിലേക്ക് എത്തുക എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് അവരുമായി സംസാരിക്കുമ്പോൾ ആരോഗ്യനിലയിൽ കുറച്ചൊക്കെ ഭേദം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ചയോടുകൂടി കോടതിയിലേക്ക് എത്തും. അതിനുശേഷം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഹസ്യമൊഴി നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 4 പേരുടെ ഒരു അറസ്റ്റ് നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെ അറസ്റ്റ് ഇന്നലെ ആദ്യം രേഖപ്പെടുത്തി. അതിനുശേഷമാണ് പ്രവർത്തകരായ മറ്റു 3 പേർ കൂടി പിടിയിലാകുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റു നടപടികളിലേക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ കടന്നിട്ടുള്ളത്. ഇന്ന് CPM-ന്റെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം ഇവിടെ കൂത്താട്ടുകുളത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPM വിശദീകരിക്കുന്നതായി ഇത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇക്കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് UDF-ന്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട് എന്നതാണ്. MLA-മാരായ അനൂപ് ജേക്കബും അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടനുമാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെന്നാണ് ഇവരുടെ ഒരു ആക്ഷേപം. ഇത് തന്നെയായിരിക്കും സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിക്കുന്നത്. ആ വിശദീകരണത്തിന്റെ ഒരു തുടർച്ച തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് CPM-ന്റെ ഭാഗത്തുനിന്ന്. എന്തായാലും രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തുന്നതോടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കലാരാജു പറയുന്നത് താൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല. താൻ പലരെയും പേരടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു, തന്നെ ഉപദ്രവിച്ചവരുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അവരിലേക്കൊന്നുമല്ല നടപടികൾ ചെല്ലുന്നത് എന്നതാണ് അവർ പ്രധാനമായും തന്നെ പറയുന്നത്. എന്തായാലും ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതോടെ കൂടുതൽ വകുപ്പുകൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. നിലവിൽ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. ഗുരുതരമായ സ്വഭാവമുള്ള കേസുകളായി മാറാനായിട്ട് രഹസ്യമൊഴിക്ക് ശേഷം അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് പക്ഷപാതം കാണിക്കുന്നു എന്ന വലിയൊരു ആരോപണം UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ മൂവാറ്റുപുഴ DYSP അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി ആലുവ DYSPക്കാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ ചുമതലയുള്ളത്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് ഇന്ന് നൽകുന്ന രഹസ്യമൊഴിയാണ്. അതിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ കൂത്താട്ടുകുളം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് പോലീസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.